എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇതേ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മലയാളി അസോസിയേഷൻ്റെ പെരുന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പള്ളിയിൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആദ്യം പോയി ഒന്ന് കണ്ടിട്ട് വാ ഗൈസ്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമ്മളിതേ രാവിലെ തന്നെ ഇവിടെ നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പള്ളിയിൽ തന്നെ ആട്ടോ പോണേ. നേരം വഴിയെന്ന് തോന്നണം. എന്തായാലും നമുക്ക് വേഗം തന്നെ പോകാം. ഇവിടെ പിന്നെ ഒരു സ്ഥലത്ത് നിസ്കാരം കിട്ടിയില്ലെങ്കിൽ വേഗം തന്നെ അടുത്ത പള്ളിയിൽ പോകാട്ടോ. അവിടെയും അത് കഴിഞ്ഞിട്ടുള്ള ടൈം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല. ഇവിടെ അമേരിക്കയിൽ ബുധനാഴ്ച ആയിരുന്നു കേട്ടോ പെരുന്നാൾ. നമ്മളെപ്പോഴും വരുന്ന സെയിം പള്ളിയിൽ തന്നെയാണ് വന്നേക്കണത്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ടുള്ള പള്ളി. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 8:30 നിസ്കാരം. ഭാഗ്യത്തിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നാണ്ടോ പള്ളി. അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണുങ്ങളുടെ സെക്ഷൻ ഈ ബാക്കിൽ കൂടിയായിരുന്നു. നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഒരുവിധം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നിറഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ ആ പെരുന്നാൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ആകെ ഒരു തിക്കും തിരക്കായിരുന്നു. അങ്ങനെ നിസ്കാരത്തിന് ശേഷം നമുക്ക് ചായയും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്വീറ്റ്സൊക്കെ 2-3 ടൈപ്പായിട്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ പോയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഒരുപാട് സ്നാക്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 1 മണി തുടങ്ങിയാണ്ട ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് പോകാം. മലയാളി പ്രോഗ്രാമിന് പോകാനായിട്ട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ തവണ നോമ്പ് തുറ പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ള അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് ഇന്നത്തെ ഫംഗ്ഷനും നടക്കുന്നത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവിടെ എത്താനായിട്ട്. 1 മണി തുടങ്ങി 5 മണി വരെ ആയിരുന്നു അവിടുത്തെ പ്രോഗ്രാം. നമ്മളിവിടെ വന്നപ്പോഴത്തേനും അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓരോരുത്തരായിട്ട് പിന്നെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് ഓഡിറ്റോറിയം. ഇവിടെ ഡെക്കറേഷനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ. ഫസ്റ്റ് തന്നെ അതേ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ഫുഡൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ കഴിക്കാനുള്ള പരിപാടികളൊക്കെ. കാരണം 1 മണി കഴിഞ്ഞല്ലോ, 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മളും ഫുഡ് കഴിക്കാമെന്നുള്ളതിൽ, കാരണം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടിട്ടേ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ, ബഫേ മോഡലായിരുന്നു ഫുഡുകളൊക്കെ. മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, അപ്പം, ചിക്കൻ കറി, സാലഡ്, അച്ചാർ, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ്, ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റായിട്ട് ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നേ ഫുഡുകളൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മലയാളി പ്രോഗ്രാമിന് വരുമ്പോൾ മലയാളി ഫുഡുകൾ കഴിക്കുമ്പോഴാണ്ടോ ഒരു സന്തോഷം. നമ്മൾ കാര്യം എപ്പോഴും പുറത്തുനിന്നൊക്കെ കഴിക്കുമെങ്കിലും ഈ കേരള ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നേ. ഐസ്ക്രീമും പിന്നെ ഗുലാം ജാമും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിസ്സയും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ മോൻ്റെ പ്ലേറ്റിൽ പിസ്സ കണ്ടപ്പോഴാണ് അതിങ്ങനെ ആലോചിച്ചത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം വൈകിട്ട് 5 മണി വരെ ഉണ്ടല്ലോ. Are you ready? What's the word? Yes. Are you ready? Yes. Are you ready? Yeah. Are you ready? Yes. Yeah. Ara, anyone talk? Done. Like a sound like a working video.
ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമായിരുന്നു. അതിന് ശേഷം പിന്നെ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ, ഒരുപാട് സ്നാക്സുകൾ, ഉണ്ണിയപ്പം, ഉള്ളിവട, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു പ്രോഗ്രാമും ഫുഡും ഒക്കെ. നമ്മൾ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഒരു 5:30 കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഫങ്ഷനും ഫുഡും ഒക്കെ അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ ഒരു മലയാളി ഒരു കൂട്ടായ്മ ഒരു അന്യനാട്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം ഒരു സന്തോഷം. ഇന്ന് ബുധനാഴ്ച ഒരു വർക്കിംഗ് ഡേ ആണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ അവധിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഇന്ന് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ എങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.